ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർ ഹബ്. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയ ഇടിയപ്പവും മുട്ടക്കറിയാണ്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ അരിപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിറബറയുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പ പൊടിയാണ്. നല്ല തിളച്ചിരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം സ്പൂൺ ഉപയോഗിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കുക. ചെറുതായിട്ട് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ല് സേവനാഴിയിൽ ഇട്ട് കൊടുക്കുക. ഇഡലി തട്ടിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി സേവനാഴിയിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, സേവനാഴിയിൽ നിന്ന് മാവ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റീമറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇടിയപ്പത്തട്ട് ഇനി സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടിയപ്പം തണുക്കാനായിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് എല്ലാവരും ഈ ഈസി മെത്തേഡ് ട്രൈ ചെയ്യുമല്ലോ അല്ലേ? മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടക്കറിയിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ ഉള്ളി അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചേർക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുക. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് പുളിയില്ലാത്ത 3 ടീസ്പൂൺ തൈര് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതും മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് വേവിച്ച മുട്ട ചേർക്കുക. മുട്ട ചേർക്കുന്ന സമയത്ത് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വരെ മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക.
ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ പേസ്റ്റ് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരിൻ്റെ മിക്സ് ചേർക്കാം. തൈരിൻ്റെ മിക്സ് ചേർക്കുമ്പം ഫ്ലെയിം എപ്പോഴും ലോ ആയി വയ്ക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുട്ടക്കറിയുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടകൾ ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കുക. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വേവിക്കാം. അവസാനമായി കുറച്ച് മല്ലിയില ചേർക്കാം. മുട്ടക്കറിയുടെ ഗ്രേവി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വെറൈറ്റി മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.